عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. صفي الرحمن മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഈ കിതാബിൽ കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്ന് എല്ലാവിധ സംരക്ഷണങ്ങളും സഹായങ്ങളും നൽകിയിരുന്ന തൻ്റെ പിതൃവ്യനായ അബൂ താലിബ് മരണപ്പെട്ടു. അതേപോലെ തന്നെ അതിനോട് അടുത്ത ദിവസം തനിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ആയിക്കൊണ്ട് ജീവിച്ചിരുന്ന തൻ്റെ ആദരണീയയായ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. ഒരു മനുഷ്യനെ സംബന്ധിച്ച് തനിക്ക് മാനുഷികമായ സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു തരുന്ന ഇതുപോലത്തെ രണ്ട് പടുവൃക്ഷങ്ങൾ വളരെ അടുത്ത ദിവസങ്ങളിൽ അത് മരണപ്പെട്ടു പോകുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ആ മനുഷ്യന് അനുഭവപ്പെടുന്ന ഏകാഗ്രതയും പ്രയാസങ്ങളും അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ചരിത്രത്തിൽ പണ്ഡിതന്മാർ ആ വർഷത്തിനെ കുറിച്ച് അവർ പറയുന്നത്, ആ വർഷത്തിന് പറയും സുമ്മിയ ബി ആമിൽ ഹുസ്ൻ, സുമ്മിയ ബി ആമിൽ ഹുസ്ൻ, വ്യസനം നിറഞ്ഞ ഒരു വർഷം. പ്രവാചകന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വലിയ ഭാരിച്ച വ്യസനം, സങ്കടം നിറഞ്ഞ ഒരു വർഷം എന്ന പേരിൽ ചരിത്രത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ ആ വർഷത്തെ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ കഴിയും. ഇവരുടെ മരണത്തോടുകൂടെ പ്രവാചകനെയും തൻ്റെ അനുചരന്മാരെയും, കുട്ടികളിവിടെ ദർസിൽ ഇതിൽ പങ്കെടുക്കുന്ന കുറേ കുട്ടികൾ നിങ്ങൾ ഹിഫ്ളുണ്ടായതുകൊണ്ടാണോ അതോ ശ്രദ്ധിക്കാനാരില്ലാത്തതുകൊണ്ടാണോ നിങ്ങളൊക്കെ മുകളിൽ പോയി ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ ധാരാളം ആളുകളൊക്കെ അവിടെ ഇരിക്കും, അതോ ഇൽമ് ഇത് മതിയായതുകൊണ്ടോ അതോ ഹിഫ്ള് ഇതിലേറെ പ്രധാനപ്പെട്ട് ഉണ്ടായതുകൊണ്ടോ അത് നോക്കാനും ശ്രദ്ധിക്കാനും ആരും വേണ്ടതുപോലെ ഇല്ലാത്തത് കൊണ്ടോ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിലേറെ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് ആളുകൾ മരണപ്പെട്ടതിൻ്റെ ശേഷം പ്രവാചകന്റെ ജീവിതത്തിൽ മാനുഷികമായ ഒരു ഒറ്റപ്പെടൽ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അത് ഊഹിക്കാവുന്നതാണ്. അങ്ങനെ പ്രവാചകനും തൻ്റെ അനുചരന്മാർക്കും വലിയ വലിയ എതിർപ്പുകളും വിമർശനങ്ങളും അതുകൊണ്ട് തന്നെ ശത്രുപക്ഷത്തിൽ നിന്ന് മുശ്രിക്കീങ്ങളുടെ കുഫാറുകളുടെ ഭാഗത്തിൽ നേരിടേണ്ടി വന്നു. നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിൽ വരുന്നതിൻ്റെ മുമ്പ് പോലും സമൂഹത്തിൽ സുസമ്മതനായ ആദരണീയനായ ഒരു വ്യക്തിത്വമായിരുന്നു. അറിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ പ്രവാചകന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പോലും സ്വന്തം നാട്ടിൽ മക്കയിൽ നിൽക്കാൻ കഴിയാതെ അവിടെ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോകേണ്ടുന്ന ദുരവസ്ഥ, അതിന് മാത്രമുള്ള യാതനകൾ, അതിന് മാത്രമുള്ള പ്രയാസപ്പെടുത്തലുകൾ മറുപക്ഷത്തിൽ നിന്ന് ശത്രുപക്ഷത്തിൽ നേരിട്ടു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഹിജറയെക്കുറിച്ച് പറയുന്നുണ്ട് തൻ്റെ സ്വഹീഹിൽ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലം അഖിൽ അബവയ്യ ഖത്തു ഇല്ലാ ഹുമാ യദീനാനി അദ്ദീൻ. എൻ്റെ മാതാപിതാക്കളെ എനിക്ക് അറിയുന്ന അന്ന് മുതൽ തന്നെ എനിക്ക് ബോധം കാര്യങ്ങളൊക്കെ വരുന്ന ആ സമയത്ത് തന്നെ എൻ്റെ മാതാവും പിതാവും അവർ ദീനുൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. അവരെ ശിർക്കിലായിട്ട് എനിക്കറിയൂല. എൻ്റെ അത്ര ചെറുപ്പത്തിൽ തന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചവർ. വലം യമുറ അലൈനാ യൗമൻ ഇല്ലാ യഅതീനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മാതാപിതാക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാത്രം വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളുമായിരുന്നു. പ്രവാചകൻ ഒരു ദിവസത്തിൻ്റെ പല സമയത്തും രാവിലെയും വൈകുന്നേരവുമായിട്ടൊക്കെ പല പ്രാവശ്യവും ഞങ്ങളുടെ വീട്ടിൽ വരലുണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മുശ്രിക്കീങ്ങളിൽ നിന്ന് വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിട്ടപ്പോൾ ഖറജ അബൂബക്കറിൻ മുഹാജിറൻ, കുട്ടികളെയും ഭാര്യയെയും തൻ്റെ തൊഴിലും കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. വസ്ത്രത്തിൻ്റെ വ്യാപാരിയായിരുന്നു. പാവങ്ങളെ ധാരാളം സഹായിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അതോടുകൂടെ അദ്ദേഹം മക്കയിൽ നിൽക്കാൻ കഴിയാതെ, തൻ്റെ ആദർശവുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ മക്കയിൽ നിന്ന് ഹബശയുടെ ഭാഗത്തേക്ക് ഹിജറ പോകുന്ന ആളായിട്ട് പുറപ്പെട്ടു. നാടും വീടും കുടുംബവും തൻ്റെ ജോലിയും തൊഴിലും കച്ചവടമൊക്കെ ഒഴിവാക്കിയിട്ട് ഹബശയുടെ ഭാഗത്തേക്ക്. അങ്ങനെ ഹത്താ ഇദാ ബലഗ ബർക്കൽ ഗിമാദ്, ഈ സൗദി അറേബ്യയിൽ ഇന്നുള്ള റാബക എന്ന് പറയുന്ന ഏകദേശം ആ പ്രദേശത്തുള്ള മക്കയിൽ നിന്ന് 480 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്, ബർക്കുൽ ഗിമാദ്. ഏകദേശം ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ലഖിയഹു ഇബ്നുദ്ദഗിന്ന എന്ന് പറയുന്ന ഒരു ഗ്രാമമുഖ്യനായ മനുഷ്യൻ അദ്ദേഹത്തിനെ കണ്ടുമുട്ടി. വഹുവ സയ്യിദുൽ ഖാറ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഒരു അറബി ഗോത്രത്തിൻ്റെ തലവനാണ്, പ്രമുഖനാണ് ഇബ്നുദ്ദഗിന്ന. ഇബ്നുദ്ദഗിന്നക്ക് മക്കക്കാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിചയമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ആൾ, അറിയപ്പെട്ട ആൾ.
അംഗീകാരമുള്ള ആളാണ്, പരിഗണനയുള്ള ആളാണ്. അവിടെയുള്ള ആ മനുഷ്യൻ ഇദ്ദേഹത്തിന് കണ്ടുമുട്ടി. ഫഖാല അയ്ന തുരീദു യാ അബൂബക്കർ, എങ്ങോട്ടാണ് നിങ്ങളിങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റജനി ഖൗമി, എൻ്റെ ജനങ്ങൾ എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് ആദർശവുമായിട്ട് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തീർത്തു. നമുക്കൊക്കെ ചെറിയൊരു കാറ്റടിക്കുമ്പോഴേക്കൊക്കെ പോകുന്ന മാനസികാവസ്ഥയായിരിക്കും ആദർശത്തിൽ. ഇത്തരം സമൂഹത്തിൽ അംഗീകാരവും പേരും പ്രശസ്തിയും സ്ഥാനവുമുള്ളൊരു മനുഷ്യന് തൻ്റെ ആദർശവുമായി ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ, അതിന് മാത്രമുള്ള ഒറ്റപ്പെടലുകൾ, പ്രയാസങ്ങൾ നമുക്കത് ചിന്തിച്ചു നോക്കാവുന്നതാണ്. എൻ്റെ ജനങ്ങൾ എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കി, അതുകൊണ്ട് ഫഉരീദു അൻ അസീഹ ഫിൽ അർദ്, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എൻ്റെ ആദർശവുമായി ജീവിക്കാനൊരു വിശാലത, അതിന് സൗകര്യപ്പെട്ടൊരു പ്രദേശമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടതാണ്. ഫഅഅ്ബുദ റബ്ബി, സ്വസ്ഥനായിട്ട് സമാധാനത്തോടെ എൻ്റെ റബ്ബിനെ എനിക്ക് ആരാധിക്കണം, അതിന് പറ്റുന്നൊരു പ്രദേശം. അത് ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ അള്ളാഹുവിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്ന ഖലീല ഇബ്രാഹിം നബിയുടെ ദഅവത്തിൻ്റെ കേന്ദ്രമായിരുന്ന മക്ക അവിടെ ഉണ്ട്. ആ നാട്ടുകാരനാണ്. അവിടെ ആ ദീനുമായി എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഇനി എവിടെയെങ്കിലും വിശാലത ഉണ്ടോ എന്നന്വേഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന്. അപ്പം ഇബ്നു ദഗിന്ന പറയാണ്, ഇന്ന മിസ്ലക യാ അബൂബക്കറിൻ ലാ യഖ്റുജ്, നിങ്ങളെപ്പോലത്തെ ഒരാൾ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല. നിങ്ങൾ നാട്ടിനും സമൂഹത്തിനും അതിന് മാത്രം വേണ്ടപ്പെട്ട ആളാണ്. വലാ യുഖ്റജ്, നിങ്ങൾ ഇഷ്ടത്തിന് പോകാൻ പാടില്ല, നിങ്ങളൊരു നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. ഇന്നക തക്സിബുൽ മഅദൂം, ദരിദ്രരായ ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഒക്കെ നേടിക്കൊടുക്കുന്ന ആളാണ് നിങ്ങൾ. വതസിലുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് നിങ്ങൾ. വതഹ്മിലുൽ കൽ, ആർക്കെങ്കിലും ജീവിതത്തിൽ പ്രയാസകരമായ ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ ബാധ്യത ഏറ്റെടുക്കുന്ന ആളാണ് നിങ്ങൾ. വതഖറിൽ ലൈഫ്, വിരുന്നുകാരെ സൽക്കരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ചെയ്യേണ്ടുന്ന ദീനുൽ ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഏത് സമൂഹത്തിലും സമുദായത്തിലും ആരുടെ ഇടയിലും പ്രശംസ പിടിച്ചു പറ്റാൻ പറ്റുന്ന ഉത്തമമായ ഗുണങ്ങളാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഇബ്നു ദഗിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വതുഈനു അലാ നവാഇബിൽ ഹഖ്, നന്മയുടെ സത്യത്തിൻ്റെ ഏത് മേഖലയുണ്ടോ അതിലൊക്കെ നിങ്ങളുടെ ഒരു കൈ സഹായം, നിങ്ങളുടെ ഒരു സഹകരണമുള്ള ആളാണ്. എങ്ങനെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവുക, എങ്ങനെ ജനങ്ങൾ നിങ്ങളെപ്പോലത്തെ ആളുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞിട്ട്, വഅന ലക ജാറുൻ, നിങ്ങൾക്ക് എന്ത് സഹായം സംരക്ഷണം വേണോ അതൊക്കെ ഞാൻ ഏറ്റെടുത്തു, അത് എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഫർജി, മക്കയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയി. ഫഅബ്ദുർ റബ്ബക ബിബലദിക്, നിങ്ങളെ എവിടെ പിറന്നു ആ നാട്ടിൽ പോയി നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കും. ആ നാട്ടിൽ പോയി സ്വസ്ഥനായി നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കിട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ എണ്ണിപ്പറഞ്ഞ ആ നന്മകളൊക്കെ തന്നെയാണ് പ്രവാചകന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുമുള്ളത്. അത്ര നല്ല നന്മയുടെ ആളുകളും വക്താക്കളുമായിരുന്നവർ. അതുകൊണ്ട് നിങ്ങൾക്ക് 450 കിലോമീറ്റർ ദൂരത്തുള്ള ഇബ്നു ദഗിന്ന എന്നൊരു ഗ്രാമമുഖ്യനാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തിൽ അറിയപ്പെട്ട ആളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നന്മകളൊക്കെ. അദ്ദേഹം പറയാം, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അവിടെ വെച്ച് സ്വസ്ഥനായിട്ട് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുക, ഞാൻ നിങ്ങൾക്ക് സഹായം സംരക്ഷണമുണ്ട്. അന്ന് മക്കയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ടായിരുന്നു. ഇന്ന് അറബികളുടെ ഇടയിൽ അറിയപ്പെട്ട ഈ കഫാലത്ത് പോലത്തെ, സ്പോൺസർഷിപ്പ് പോലത്തെ കാര്യം, ഒരാൾ ഏതെങ്കിലും കാരണത്താൽ ആ നാട്ടിൽ ഒരാൾക്ക് അഭയം വേണമെങ്കിൽ ആ നാട്ടിൽ അറിയപ്പെട്ട പ്രമുഖനായ ഒരാൾ അദ്ദേഹം സംരക്ഷണം, അവൻ്റെ അഭയം ഞാൻ ഏറ്റെടുത്തു, സംരക്ഷണം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ള ആളുകൾ ഈ വ്യക്തിയെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യലില്ലായിരുന്നു. അയാളെ സംരക്ഷണത്തിൻ്റെ കീഴിലായിരുന്നു. ഇന്നിപ്പോൾ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുന്ന നമ്മളെപ്പോലത്തെ പ്രവാസികളും തൊഴിലാളികൾക്കും ലഭിക്കുന്ന കഫാലത്ത് പോലെ, സ്പോൺസർഷിപ്പ് പോലത്തെ മറ്റൊരു രീതിയായിരുന്നു. ഫർതഹല ഇബ്നു ദഗിന്ന, അങ്ങനെ ഇബ്നു ദഗിന്നയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മക്കയിലേക്ക് പോവുകയാണ്. ഫറജഅ മഅ അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മക്കയിലേക്ക് മടങ്ങി വന്ന് ഫതാഫ ഇബ്നു ദഗിന്ന ഫീ കുഫാരി ഖുറൈശിൻ, ഖുറൈശി ഗോത്രങ്ങളിലും കുടുംബങ്ങളിലും പ്രമുഖരുമായ ആളുകളിലൊക്കെ ഇബ്നു ദഗിന്ന ചെന്നിട്ട് അവരിലൊക്കെ ചുറ്റി അവരുടെ വീടുകളിലും അവരുടെ സദസ്സുകളിലും ചെന്ന് പറഞ്ഞു, ഇന്ന അബൂബക്കറിൻ ലാ യുഖ്റജു മിസ്ലുഹു, അബൂബക്കറിനെ പോലത്തെ ഒരാളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. വതുഖ്രിജൂന റജുലൻ യക്സിബുൽ മഅദൂം, ഇല്ലാത്ത ആളുകൾക്ക് പലതും നേടി, തൊഴിലാണെങ്കിൽ, വീടാണെങ്കിൽ, കുടുംബമാണെങ്കിൽ, മറ്റുള്ള സഹായങ്ങൾ അതുണ്ടാക്കി കൊടുക്കുന്ന ഒരാളെ, കുടുംബബന്ധം ചേർക്കുന്ന, പ്രയാസകരമായ ബാധ്യതകൾ ഏറ്റെടുക്കുന്ന, വിരുന്നുകാരെ സൽക്കരിക്കുന്ന, നല്ല കാര്യങ്ങളിൽ മുഴുവനും ഒരു കൈ സഹായം നൽകുന്ന, സഹകരിക്കുന്ന ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നാട്ടിൽ നിന്ന് പുറത്താക്കി അയാൾ ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള പണിയെടുക്കുക, നിങ്ങൾ ഒരിക്കലും അത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു ദഗിന്ന പേരും പ്രശസ്തിയുമുള്ള ഒരു ഗ്രാമമുഖ്യനായിരുന്നു. ഫഅൻഫദത് ഖുറൈശുൻ ജിവാറ ഇബ്നു ദഗിന്ന, ഇബ്നു ദഗിന്നയുടെ സംരക്ഷണം
അയാളുടെ ഏറ്റെടുത്ത ബാധ്യത ഖുറൈശികൾ അവരെല്ലാവരും അത് സമ്മതിച്ചു. ഞങ്ങളിനി ഉപദ്രവിക്കൂല, പ്രയാസപ്പെടുത്തൂല, അബൂബക്കറിന് സംരക്ഷണമുണ്ടാകും എന്ന് പറയുക. അമ്മനു അബാബക്കറിൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സുരക്ഷ വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഫൽയഅബ്ദു റബ്ബഹു ഫീ ദാരിഹി മാഷ, അവൻ ഉദ്ദേശിക്കുന്ന കാലത്തോളം, ഉദ്ദേശിക്കുന്ന സമയത്തോളം അവൻ അവൻ്റെ വീട്ടിൽ വെച്ച് അവൻ്റെ റബ്ബിനെ ആരാധിച്ചോട്ടെ. നിങ്ങളുടെ ബിംബങ്ങളും വിഗ്രഹങ്ങളും താല്പര്യമില്ലെങ്കിൽ വേണ്ട, അവൻ ആരാധിച്ചോട്ടെ. വൽയുസല്ലി ഫീഹാ മാഷ, അവരുദ്ദേശിക്കുന്നത് പോലെ അവിടെ വെച്ച് നിസ്കരിച്ചോട്ടെ. വൽയഖ്റഅ മാഷ, അവൻ അവൻ്റെ ഇഷ്ടം പോലെ അവിടെ വെച്ച് അവൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആൻ അവിടെ വെച്ച് പാരായണം ചെയ്തോട്ടെ. വലാ യുഅ്ദീന വലാ യസ്തഈൻ ബിസ്സലാത്തി വൽ ഖിറാഅത്തി ഫീ ഗൈരി ദാരിഹി ഫഫഅൽ, അവൻ്റെ നിസ്കാരം അവൻ്റെ പാരായണം ഉണ്ട് അവൻ്റെ വീട്ടിലല്ലാതെ അവൻ്റെ വീട്ടിൽ വെച്ച് ചെയ്ത് ഞങ്ങൾക്കതുകൊണ്ട് പ്രയാസം ഉണ്ടാവാതെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഫഫഅല, അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വന്നു, മക്കയിൽ നിലനിന്നു. ഇബ്നു ദഗീനയുടെ സംരക്ഷണത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിച്ചുകൂട്ടിയത്. പിന്നീട് ഈ പറയുന്നതിൻ്റെ ബാക്കി എന്നോണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിസ്കരിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി നിസ്കാരത്തിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ കരയുമായിരുന്നു. അത്ര ലോലമായ ഹൃദയം അതിന് മാത്രം മയമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഖുർആൻ പാരായണം ചെയ്താൽ അദ്ദേഹം ദീർഘമായി കരയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരായണവും അദ്ദേഹത്തിൻ്റെ ആ കരച്ചിലും ആ രംഗങ്ങളും ആ പരിസരത്തുള്ള അയൽവാസി വീടുകളിലുള്ള സ്ത്രീകളും കുട്ടികളും അടിമകളും അവരെ ആകർഷിക്കുകയും അവരെ ഇത് സ്വാധീനിക്കാനും തുടങ്ങി. അപ്പോൾ മുശ്രിക്കീങ്ങളായ ആളുകൾ, മുശ്രിക്കീങ്ങൾ ഇബ്നു ദഗീനയോട് ചെന്ന് പരാതി പറഞ്ഞു, അബൂബക്കർ ഞങ്ങൾക്കൊക്കെ കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ ആദർശത്തിന് ഭാര്യമാർ, സ്ത്രീകൾ, കുട്ടികൾ അവരൊക്കെ അത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു ദഗീന അദ്ദേഹത്തിനോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവരെ പ്രയാസപ്പെടുത്താതെ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്തോളി, മൗനമായിട്ടൊക്കെ ഇബാദത്ത് ചെയ്തോളി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ച് സ്വസ്ഥമായിട്ട് ഇബാദത്ത് ചെയ്യാനും എൻ്റെ റബ്ബിനെ ആരാധിക്കാനും നിങ്ങളുടെ ഈ സംരക്ഷണം കൊണ്ട് തടസ്സമാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ സംരക്ഷണം ഇനി മുതൽ ആവശ്യമില്ല. ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുലാക്കി ആ ഇബാദത്ത് ഞാൻ നിർവഹിച്ചു കൊണ്ട് പോകുന്നു, അവൻ ഞങ്ങൾക്കൊരു പരിഹാരം നൽകുന്നത് വരെ. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള സൗകര്യം ചെയ്ത് അനുവാദം നൽകുകയും പ്രവാചകന്റെ കൂടെ കൂട്ടുകാരനായി ഹിജ്റ പോകാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇതുപോലെ ഇത്ര പ്രമുഖരായ ഉത്തമരായ ആളുകൾ പോലും മുശ്രിക്കീങ്ങളായ ആളുകൾ ആദർശത്തിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും ഒറ്റപ്പെടലുകളും യാതനകളും സഹിച്ചു എന്നുള്ളത്. സഫിയുർ റഹ്മാൻ റഹ്മഹുല്ലാ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം ഇത്ര വലിയ പ്രയാസപ്പെടുത്തലും കഷ്ടപ്പെടുത്തലുകളും യാതനകളും സഹിച്ചിട്ടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു നുബുവത്തും റിസാലത്തും കൊടുത്തതുകൊണ്ട് പ്രത്യേകമായൊരു സംരക്ഷണം, കാവൽ നമുക്ക് കാണാം. പക്ഷേ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ആളുകൾ ആദർശത്തിൻ്റെ പേരിൽ ഇതിന് മാത്രം ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ആദർശത്തിൽ എങ്ങനെ മനുഷ്യന്മാർക്ക് നിലനിന്ന് പോകാൻ കഴിയും? എന്താണ് അതിനവർക്ക് പ്രേരണയായ കാര്യം? ആ ഭാഗം അദ്ദേഹം ഈ 2-3 പേജുകളിൽ കൂടെ വിശദീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആദർശത്തിൻ്റെ പേരിൽ ഇന്ന് പല ആളുകളിൽ നിന്നും പല മേഖലകളിൽ നിന്നും ഭീഷണികളും എതിർപ്പുകളും തടസ്സവാദങ്ങളും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യന് തൻ്റെ ആദർശത്തിൽ അടിയുറച്ചു പോകാൻ പതറാതെ, ആദർശം കൈയൊഴിയാതെ, ഏതെങ്കിലും ഒരു കാറ്റ് ഇടത്തുന്നോ വലത്തുന്നോ അടിക്കുമ്പോഴേക്ക് തളർന്നു വീഴാതെ, ഏതെങ്കിലും ഒരു തെല്ലിലും വക്കത്തും ചെന്ന് നിന്ന് ഇബാദത്ത് ചെയ്ത് ദീനും ദുന്യാവൊക്കെ വിശാലമായി കിട്ടിയാൽ അവൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കും. നേരെ മറിച്ച് അവന് എന്തെങ്കിലും ഒരു ഫിത്തനെ കാര്യങ്ങളോ പരീക്ഷണങ്ങളോ ആദർശത്തിൻ്റെ പേരിൽ ദീനിൻ്റെ പേരിൽ എവിടെന്നെങ്കിലും ഒരു സംസാരമോ ആരെങ്കിലും ഒരു ഭീഷണിയോ ആരെങ്കിലും ഒരു പരിഹാസോ എന്തെങ്കിലും ഒരു വരുമ്പോഴേക്കിന് ഇൻഖലബ അലാ വജ്ഹിഹി, വന്ന വഴിയിൽ തന്നെ തിരിച്ചു മറിഞ്ഞു പോയി ആദർശം കഴിയൊഴിഞ്ഞ് ഈ പറയുന്ന ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന പരിതാപകരമായ അവസ്ഥയില്ലാതെ അതിൽ അടിയുറച്ചു നിന്നു പോകാൻ, ആദർശം അത് മുറുകെ പിടിക്കാൻ, എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് വേണ്ടതിൻ്റെ ദീനാണ് എന്നുയർക്കെ ഉച്ചത്തിൽ പറയാൻ അതിന് ഇവരെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഈ ആദർശത്തിലുള്ളൊരു സ്പിരിറ്റ്, അതിലുള്ളൊരു ഭദ്രത, അതിലുള്ളൊരു ശക്തമായൊരു കരുത്ത് ഇവർക്ക് എവിടുന്ന് കിട്ടി എന്നുള്ള ആ ഭാഗമാണ് ഷെയ്ഖ് റഹിമഹുള്ള കുറച്ച് ഭാഗങ്ങൾ അതൊരു വിശകലനം ചെയ്യുകയാണ്. നമുക്കത് അത്യാവശ്യമുള്ള ഒരു മേഖലയാണ് താൻ. ഷെയ്ഖ് പറയാണ്, വഹുന യഖിഫുൽ ഹലീമു ഹൈറാൻ. ഇങ്ങനത്തെ പരീക്ഷണങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ
എത്ര ക്ഷമയുള്ളൊരു മനുഷ്യനാണെങ്കിലും അവൻ പരിഭ്രമിച്ചു പോകും. വയതസാഅലു ഉഖലാഉ الرجال فيما بينهم, ബുദ്ധി അല്പമെങ്കിലും ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യന്മാർ പരസ്പരം അവർ ചർച്ച ചെയ്ത് പറഞ്ഞ് അന്വേഷിച്ചു കൊണ്ടിരിക്കും. മാഹിയൽ അസ്ബാബ് വൽ അവാമിലു ലത്തി ബലഗത് ബിൽ മുസ്ലിമീന ഇലാ ഹാദിഹിൽ ഗായത്തിൽ ഖുസ്വ, ഇത്ര ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് ആദർശത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്ര ശക്തമായ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് ഈ മുസ്ലിമീങ്ങളെ എത്തിച്ച കാരണങ്ങൾ എന്താണ്? ഏത് ഒരു രീതി, ഏത് കാരണം കൊണ്ടാണ്, എങ്ങനെയാണ് അവർക്ക് ഇത്ര ഉയർന്ന നിലക്ക് അവരുടെ ആദർശത്തിൽ സ്ഥിരമായി നിന്നു പോകാൻ കഴിഞ്ഞത്? വൽ ഹദ്ദിൽ മുഅ്ജിസി മിന സബാത്ത്, അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യന്മാരെ അത്ഭുതപ്പെടുത്തുന്ന നിലക്കുള്ള ഒരു പരിധിയിലേക്ക് അവരെത്തി അവരുടെ ആദർശത്തിന്റെ സ്ഥിരതയുടെ വിഷയത്തിൽ. കൈഫ സബറു അലാ ഹാദിഹിൽ ഇൽത്തിഹാദാത്തി അല്ലതി തഖ്ശഇറു ലിസമാഇഹൽ ജുനൂദ്. ആളുകൾ നമ്മളത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോമം എടുത്തുപിടിച്ചുന്ന നിലക്കുള്ള ആളുകളുടെ മുശ്രിക്കീങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള കഷ്ടപ്പെടുത്തലുകളും പ്രയാസപ്പെടുത്തലുകളും ഉണ്ടായിട്ട് ഇത്തരം ഉയർന്ന നിലവാരത്തിൽ എങ്ങനെ ഇവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു? മുശ്രിക്കീങ്ങളായ ആളുകൾ ഇവരെ ഓരോരുത്തരെയും ഉപദ്രവിച്ചതും പ്രയാസപ്പെടുത്തിയതും മുമ്പ് നമ്മൾ അല്പസ്വല്പ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുകയാണെങ്കിൽ മനുഷ്യ ഹൃദയങ്ങൾ പേടിച്ച് വറച്ചു പോകൂലേ, രോമങ്ങൾ എടുത്തുപിടിക്കൂലേ? എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ ആദർശത്തിൽ ഇങ്ങനെ അടിയുറച്ചു പോകാൻ കഴിഞ്ഞത്? വനളറൻ ഇലാ ഹാദല്ലദീ യതഖാലജുൽ ഖുലൂബ, മനുഷ്യ ഹൃദയങ്ങളിൽ തികട്ടി വരുന്ന ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നറ അൻ നുശീറ ഇലാ ബഅദി ഹാദിഹിൽ അവാമിലി വൽ അസ്ബാബി ഇശാറത്തൻ ആബിറത്തൻ ബസീത, വളരെ ലഘുവായ നിലക്ക് ആ പറഞ്ഞ വിഷയങ്ങൾ ഇത്തരം ക്ഷമയിൽ മുന്നേറാൻ അവർക്ക് പ്രേരണയായ കാര്യങ്ങളെക്കുറിച്ച് ലളിതമായ നിലക്ക് നമ്മളൊന്ന് സൂചിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിൽ ഒന്നാമതായി കൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നതും സത്യം അത് തന്നെയാണ് താനും, അൽ ഈമാനു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലുള്ള അതിശക്തമായ വിശ്വാസം. ശരിയായ നിലക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവോടുകൂടെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം അവർക്ക് ലഭിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന ഖുർആനിൻ്റെ പാരായണങ്ങളിൽ കൂടെയും പ്രവാചകന്റെ അവിടുത്തെ ചെറിയ ചെറിയ ഉപദേശ നിർദ്ദേശങ്ങളിൽ കൂടെയും പ്രവാചകൻ തന്നെ തൻ്റെ ജീവിതത്തിൽ കൂടെ പകർന്നു നൽകുന്ന അനുഭവ സമ്പത്തിൽ കൂടെയും അള്ളാഹുവിനെ കുറിച്ചുള്ള അതിശക്തമായ വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന സബബർ റഈസിയ ഫീ ദാലിക അവ്വലൻ, ഏറ്റവും ആദ്യം അവരെ ഈ ആദർശത്തിൽ അടിയുറച്ചു പോകാൻ പ്രേരിപ്പിച്ച ഏറ്റവും മുഖ്യമായ കാരണം വബിസാത്ത്, യഥാർത്ഥത്തിൽ അത് തന്നെയാണ് താനും, മുഖ്യമാരി എന്ന് മാത്രമല്ല അത് തന്നെയാണ് ഏത് കാലഘട്ടത്തിലും ആളുകൾക്ക് തങ്ങളുടെ ആദർശത്തിൽ അടിയുറച്ചു പോകാൻ അവർക്ക് പ്രേരണയും അവർക്ക് സഹായകരവുമാകുന്ന കാര്യം ഹുവൽ ഈമാനു ബില്ലാഹി വഹദ്, ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളത്. ആ വിശ്വാസം മഅരിഫത്തിഹി ഹഖൽ മഅരിഫ, അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും കേട്ടതല്ല, വെറുതെ ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് പറഞ്ഞ് ആവേശം കൊള്ളിച്ചതുമല്ല. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ശരിക്ക് കൃത്യമായിട്ട് എത്രത്തോളം അറിയുന്നുവോ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായി ഉറച്ചു വരുന്ന അവൻ്റെ മനസ്സിൽ കയറി നിൽക്കുന്ന ആ വിശ്വാസമാദർശം അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ധാരാളം ആയാത്തുകൾ. സൂറത്തുൽ ആയത്തുൽ കുർസി, ഇന്നലെ മിഞ്ഞാന്നേറ്റ് നമ്മുടെ ദർസിൽ പറഞ്ഞ സൂറത്തുൽ അഅറാഫിലുള്ള ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ, ഇങ്ങനെ ധാരാളം ആയാത്തുകളിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അടിമകളായ നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ആ ആയാത്തുകൾ പല പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട് അർത്ഥങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിൽ പറഞ്ഞ ആശയങ്ങൾ ശരിക്കും മനസ്സിരുത്തിക്കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കും. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ബോധ്യവും അള്ളാഹുവിനെ കുറിച്ചുള്ള നമുക്കൊരു ധാരണയും ലഭിക്കും. അതാണ് യഥാർത്ഥ ഈമാൻ. റുബൂബിയത്തുണ്ടാകും, അതിൽ ഉലൂഹിയത്തും, അതേപോലെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളും. അത് ശരിക്കൊരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടക്കുമ്പോൾ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അതിനനുസരിച്ചുണ്ടാകുന്ന അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു വിശ്വാസം, അവരുടെ മനസ്സിൽ വർദ്ധിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ആദർശം, ആ ആദർശം പെട്ടെന്ന് നീങ്ങിപ്പോകൂല. ആ ആദർശത്തിനെ പെട്ടെന്ന് തകർക്കാനും കഴിയൂല. നേരെ മറിച്ച് ഈ പുറം തോടിൽ കൂടുള്ള ഈ ഒരു അറിവും ഞാനും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ആവേശം കൊള്ളൽ, പരീക്ഷണങ്ങളോ അതല്ലെങ്കിൽ ഭീഷണികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ നമ്മളെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ ആളുകൾ ഈ ദീനും ആദർശവും ഒഴിവാക്കിപ്പോകും.
ഈ സഹാബത്തിനുണ്ടായിരുന്ന അതിശക്തമായ ഉറച്ച ഈ ഈമാനായിരുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്കറിയാം, മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ ആ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചും യൗമുൽ ആഖിറിനെ കുറിച്ചുമുള്ള കൃത്യമായൊരു അറിവും ധാരണയും നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ സൂറത്തുകളും ആയത്തുകളും അങ്ങനെയാണ്, ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും. പക്ഷെ അതിൽ പറയുന്ന ആയത്തുകളിലുള്ള ആശയങ്ങളും ആദർശങ്ങളും വളരെ കട്ടിയുള്ളതായിരിക്കും. ഏത് കടുകട്ടിയുള്ള മനുഷ്യന്റെ മനസ്സിനെയും അലിയിപ്പിക്കുന്ന, മയപ്പെടുത്തുന്ന നിലക്കുള്ള വിഷയങ്ങളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പല ആയത്തുകളിൽ കൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹദീസുകളിൽ കൂടെയും പറഞ്ഞത്, ഉപദേശിക്കുന്നത് ഇന്നല്ലദീന ആമനു ബില്ലാഹി വൽ യൗമിൽ ആഖിരീൻ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിയായ വിശ്വാസമുള്ള ആളുകൾ. അപ്പം ആ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുക. സ്വയം നമ്മൾ ഖുർആനും സുന്നത്തുകളും പഠിച്ച് ഈ പറയുന്ന അധ്യാപനങ്ങൾ കൂടുതൽ ഉറ്റ് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. നമ്മുടെ മനസ്സിൽ ധൈര്യവും സ്ഥിരതയും ആദർശത്തിന്റെ കാര്യത്തിൽ അത് നമുക്ക് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവിന്റെ അടിസ്ഥാനം ഫൽ ഈമാനുൽ ജാസിം, ഉറപ്പുള്ള സംശയമില്ലാത്ത ഭദ്രമായ ഈമാൻ. ഇദാ ഖാലത്തത് ബശാശതുഹു അൽ ഖുലൂബ്, ആ പറയുന്ന ഉറച്ച ഈമാന് മനുഷ്യഹൃദയങ്ങളിലേക്ക് അത് കലർന്നാൽ, അത് കടന്നുകൂടിയാൽ യസിനുൽ ജിബാല വലാ യതീഷ്, പർവ്വതങ്ങളോട് കടപിടിക്കും ആ ഈമാൻ. പർവ്വതങ്ങൾ പെട്ടെന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത് തെറ്റൂലല്ലോ. ഭദ്രമായി ഉറച്ചു ഭൂമിയിൽ നിൽക്കുന്നത് പോലെ, ഭൂമിക്ക് ആണിയായി നിൽക്കുന്നത് പോലെ യഥാർത്ഥ ഈമാൻ, ശരിയായ ഈമാൻ, അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ശരിക്ക് അറിഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ ഒരാളെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയാൽ അത് പർവ്വതങ്ങളോട് കടപിടിക്കും, അതുപോലെ ഉറച്ചു നിൽക്കും. അത് പെട്ടെന്ന് പറന്നു പോകൂല. വ ഇന്ന സാഹിബ ഹാദൽ ഈമാനിൽ മുഹ്കം, ഭദ്രമായ ഈ ഈമാനുള്ള ഒരു വ്യക്തി, വഹാദൽ യഖീനൽ ജാസിം, ഉറച്ച ഈ ഈമാന് ഒരാളെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, യറാ മതാഇബദ് ദുനിയ മഹ്മാ കസുറത്, ദുനിയാവിലുള്ള പരീക്ഷണങ്ങളും ദുരിതങ്ങളും എത്ര കൂടിയാലും, വകബറത് വതഫാഖമത് വഷ്തദ്ദത്, അത് എത്ര വലുതായാലും കഠിനമായാലും, അവൻ യറാഹാ ഫി ജംബി ഈമാനിഹി, അവന്റെ ഈമാനുകൊള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ പരീക്ഷണങ്ങളെയും ദുരിതങ്ങളെയും അവൻ കാണുക കുത്തിയൊലിച്ചു വരുന്ന ഒരു വെള്ളപ്പാച്ചിലിൽ അതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഈ വെള്ളത്തിലുള്ള പാടകൾ പോലെയാണ്, നൊരയും പതയും പോലെയാണ്. കുത്തിയൊലിച്ചു വരുന്ന ഒരു മലവെള്ളം അത് ഏത് കെട്ടുകളെയും ഏത് ഭദ്രമായ കോട്ടകളെയും തകർക്കാൻ വേണ്ടി വരുമ്പോൾ അതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഈ കുളങ്ങളിലും മറ്റുമുള്ള ചണ്ടികൾ എന്ന് പറയുന്ന സാധനം, പായൽ എന്ന് പറയുന്ന സാധനം, അതല്ലെങ്കിൽ നൊരയും പതയും എന്ന് പറയുന്ന സാധനം, അതൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ ഈമാനും ഈ പറയുന്ന ഭദ്രതയുമില്ലാത്ത ആളുകൾ വിചാരിക്കും അതാണ് ഏറ്റവും മുന്തിയത്. ആ പായലുകളും ആ ചണ്ടികളും നൊരയും പതയും അതാണ് കാര്യപ്പെട്ടത് എന്ന് വിചാരിക്കും. പക്ഷേ അത് കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ പൊള്ളയായിട്ട് പോയി യഥാർത്ഥ ആ വെള്ളം, ശക്തമായ ആ വെള്ളം, അത് ഏതൊക്കെ സംവിധാനങ്ങളെ തകർക്കണോ അതിന് തകർക്കാൻ കഴിയുന്ന നിലയ്ക്ക് ഭദ്രമായി ഭൂമിയിൽ നിലനിൽക്കും. അതാണ് ഷെയ്ഖ് പറഞ്ഞത്. അപ്പോൾ ഭദ്രമായ ശരിയായ ഈമാൻ മനസ്സിലേക്ക് തട്ടിയാൽ ആ ഈമാനുള്ള വ്യക്തിക്ക് തടസ്സമായി അവൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ മുഴുവനും ഈ നൊരയും പതയും പോലെ, ഈ പായലും ചണ്ടികളും പോലെ അതൊക്കെ നീങ്ങിപ്പോകും. ഇവൻ്റെ ഈമാനെയോ ഇവൻ്റെ ആദർശത്തിന് തകർക്കാൻ അതൊന്നിനും സാധ്യമാവുകയില്ല. ഫലായുബാലി ബിശൈഇൻ മിൻ തിൽക്കൽ മതാഇബ്, ആ ദുരിതങ്ങളും പരീക്ഷണങ്ങളും വിഷമങ്ങളും അവൻ വില വെക്കുകയില്ല. അമാമമായി ജിദുഹു മിൻ ഹലാവത്തി ഈമാനിഹി, ഈമാനിൻ്റെ ആ മാധുര്യം, ആദർശത്തിൻ്റെ ആ അഭിമാനം, അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ മാധുര്യവും ആ അഭിമാനവും, അതിൻ്റെ മുന്നിൽ ഈ പരീക്ഷണങ്ങളൊന്നും അവൻ വില വെക്കുകയില്ല. വതറാവത്തി ഇത് ആനിഹി, ആ ആദർശം സ്വീകരിക്കാനുള്ള അവൻ്റെ മനസ്സിൻ്റെ ആ വെമ്പല്, അതിനോടുള്ള ആ ഒരു ആകർഷണം, അതിനോട് ഈ പറയുന്ന പരീക്ഷണങ്ങളും തടസ്സമായി നിൽക്കൂല. നൊരയും പതയുമായിട്ടുള്ളതൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ബഹുമാനത്തോടെ തട്ടിക്കളിച്ച് ബഹുമാനാദരവോടെ എന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക്, ഞങ്ങളാണ് വലിയവർ, ഞങ്ങളാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതൊക്കെ ഇതൊക്കെ പൊള്ളയായി പൊട്ടിപ്പോകും. ആളുകൾക്ക് ഉപകാരമുള്ള വെള്ളം അത് ഭൂമിയിൽ നിലനിൽക്കും എന്നതുപോലെ
ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ അത്യാവശ്യമായ ഈമാനും അതിൻ്റെ വക്താക്കളും ഈ ഭൂമിയിൽ അള്ളാഹു അവരെ നിലനിർത്തും, അവർ നിലനിൽക്കും ചെയ്യും. ഇതാണ് ഏറ്റവും മുഖ്യമായ ഒരു കാരണം. ഈ ആദർശത്തിൽ ഇത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ട് നിലനിന്ന് പോകാനുള്ള മുഖ്യമായ കാരണം അള്ളാഹുവിലുള്ള വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ. വയതഫറഉ മിൻ ഹാദൽ സബബിൽ വഹീദ്, ഈ ഏക കാരണത്തിൽ നിന്ന് പിന്നീട് മറ്റ് പല കാരണങ്ങളും അതിൽ നിന്ന് പിരിഞ്ഞു വരുന്നതാണ് ഈ ആദർശത്തെയും ഈ ക്ഷമയെയും അവരുടെ ഈ നിലനിൽപ്പിനെയും ശക്തിപ്പെടുത്തുന്നത്. അതിൽപ്പെട്ട ഒരു കാരണം അന്ന് ആ സ്വഹാബത്തിന് ആദർശത്തിൽ നിലനിന്നു പോകാൻ പ്രേരണയായ മറ്റൊരു കാരണം ഖിയാദത്തുൻ തഹ്വ ഇലൈഹ അൽ അഫ്ഇദ, മനുഷ്യ മനസ്സുകൾ ആകർഷണത്തോടുകൂടെ ആവേശത്തോടുകൂടെ കൊതിച്ചു പോകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം, ഏറ്റവും നല്ല നേതൃത്വം. ഇൽമു കൊണ്ടാണെങ്കിലും ഹിക്മത്ത് കൊണ്ടാണെങ്കിലും ദീനിയായ കാര്യങ്ങളാണെങ്കിലും ദുന്യവിയായ കാര്യങ്ങളാണെങ്കിലും അവർക്ക് മുന്നിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത്, അതും തന്നെ ഈ ആദർശത്തിൽ അടിയുറച്ചു പോകാൻ അവർക്ക് സഹായകരമായി. ഫലഖദ് കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. വഹുവൽ ഖായിദുൽ അഅ്ലാ ലിൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, അന്ന് ആ മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും ഉന്നതനായ അവരുടെ നായകൻ, അവരുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അതേപോലെ തന്നെ ബൽ വലിൽ ബശരിയത്തി ജംഅ, മുസ്ലിം ആ ഉമ്മത്തിന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തിന് പൂർണ്ണമായിട്ടുമുള്ള നായകത്വം വഹിക്കാൻ അർഹതയുള്ള ആളാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും സംരക്ഷകനും നേതാവും നായകനും അവർക്ക് വഴികാട്ടിയുമായി ഉള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ നേതാവിൻ്റെ, അവരുടെ ഇമാമിൻ്റെ, അവരുടെ അമീറിൻ്റെ കാര്യങ്ങൾ യതമത്തഉ മിൻ ജമാലിൽ ഖുലുഖ്, സ്വഭാവപരമായിട്ട് പ്രവാചകന്റെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ആകർഷണീയമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. വകമാലിൻ നഫ്സ്, പ്രവാചകന്റെ ശാരീരികമായ അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പൂർണ്ണതയുടെ എല്ലാ അവസ്ഥയിലും അത് ലഭിച്ചൊരു വ്യക്തിത്വമായിരുന്നു. മക്കാരിമുൽ അഖ്ലാഖ്, മാന്യമായ സ്വഭാവങ്ങൾ. വശ്യമിൻ നബീലത്തി വശമാഇലിൽ കരീമ, ആദരണീയമായ വിശേഷണങ്ങൾ, ഉന്നതമായ ഗുണങ്ങൾ. മിമ്മ തതജാസബു ഇലൈഹിൽ ഖുലൂബു വതതഫാനാ ദൂനഹുൻ നുഫൂസ്, അങ്ങനത്തെ ഒരു വ്യക്തി നേതാവ് മനുഷ്യ മനസ്സുകൾ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഉപദ്രവങ്ങളോ ബുദ്ധിമുട്ടുകളോ പറ്റാതിരിക്കുമാർ ഇവർ സ്വയം അവിടെ ആ സമർപ്പണം, ആ പറയുന്ന നേതാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ സ്വയം സമർപ്പിതനാകാൻ കഴിയുക, തന്നെ എങ്ങനെയൊക്കെയാണ് ആ വിഷയത്തിൽ തൻ്റെ ജീവിതത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുക, ആ നിലക്കൊക്കെ ആകർഷണീയമായ വ്യക്തിത്വമായിരുന്നു. വകാനത്ത് അൻസിബത്തുഹു മിനൽ കമാലില്ലത്തി യുഹബ്ബബു ലം യുർസഖ് ബിമിസ്ലിഹാ ബശർ, മനുഷ്യർ ആകർഷിക്കുന്ന പ്രവാചകന് ലഭിച്ച സ്വഭാവ ഗുണവിശേഷങ്ങൾ മറ്റൊരു മനുഷ്യനും അവരുടെ കണ്ണിൽ അതുപോലെ ലഭിച്ചിട്ടേ ഇല്ലായിരുന്നു. അവർക്ക് ആകർഷിക്കാൻ പറ്റുന്ന വേറൊരു വ്യക്തിത്വം ഇല്ലായിരുന്നു. വകാന അലാ അഅ്ലാ ഖിമ്മത്തിൻ മിനശ് ശറഫി വന്നബിലി വൽ ഖൈരി വൽ ഫള്, ശ്രേഷ്ഠതയും നന്മയും കുലീനതയും അതേപോലെ തന്നെ ബഹുമതികളും ആദരവൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ നൽകിയിരുന്നു. എത്രത്തോളം? അതെ, പിന്നെ വകാന മിനൽ ഇഫ്ഫത്തി വൽ അമാനത്തി വസ്സിദ്ഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിത്രശുദ്ധിയുടെ വിഷയത്തിൽ, വിശ്വാസ്യതയുടെ വിഷയത്തിൽ, സത്യസന്ധതയുടെ വിഷയത്തിലൊക്കെ എത്രയോ ഉന്നതമായ നിലവാരത്തിലായിരുന്നു. വമിൻ ജമീഇ സുബുലിൽ ഖൈരി അലാ മാ ലം യതമാറ വലം യശുക്ക ഫീഹി അഅദാഉഹു, ശത്രുക്കൾക്ക് പോലും സംശയിക്കാൻ കഴിയാത്ത നിലക്കുള്ള ഉന്നതമായ സ്വഭാവ ഗുണത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾക്കും കൂട്ടുകാർക്കും ഏതായാലും നല്ല അഭിപ്രായമാണ്. ശത്രുക്കൾക്ക് പോലും പ്രവാചകന്റെ ചാരിത്രശുദ്ധിയിലോ പ്രവാചകന്റെ വിശ്വാസ്യതയുടെ കാര്യത്തിലോ സത്യസന്ധതയുടെ കാര്യത്തിലോ ഒരു എതിർപ്പുമില്ലായിരുന്നു. ഇന്ന് ശത്രുക്കളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു, ഒരു ഭാഗത്തിൽ കൂടെ വിമർശനങ്ങൾ അല്ലേ. മറ്റൊരു ഭാഗത്തിൽ കൂടെ ശത്രുക്കൾ പറയും പ്രവാചകൻ ഒരുപാട് പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു, വിമർശിക്കുന്നതനുസരിച്ച്. ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോ മദീനയിൽ ചെന്ന സമയത്തുള്ള ജൂതന്മാരോ അവിടെ ആ മുസ്ലിം ഉമ്മത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി കൂടെ നടന്നിരുന്ന കള്ളന്മാരായ കപടവിശ്വാസികളോ ആരെങ്കിലും
ഈ പറയുന്ന ഒരു ആരോപണം പ്രവാചകനെ കുറിച്ച് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ എവിടെയില്ല. പ്രവാചകൻ ചെറുപ്പത്തിൽ ആയിഷാനെ കെട്ടി എന്നുള്ളതോ അതല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആരോപണം, അവരൊക്കെ അതിന് മാത്രം പ്രവാചകന് വിഷം കൊടുത്ത ആളുകളാണ്. പ്രവാചകന് സിഹിർ ചെയ്ത ആളുകളാ കൂട്ടത്തിൽ. പ്രവാചകന് തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു വഴിയിൽ കൂടെ കൊണ്ടുപോയിട്ട്, തിരക്കുള്ള വഴിയിൽ കൂടെ കൊണ്ടുപോയി പ്രവാചകന്റെയും മൃഗത്തെയും കൊണ്ട് തള്ളിയിടാൻ വേണ്ടി ശ്രമം നടത്തിയ മുനാഫിക്കീങ്ങളുണ്ട്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഏതൊക്കെ നിലക്ക് പ്രവാചകനെ ഒരു വീട്ടിൽ അടച്ചിട്ട് ബന്ദിയാക്കാൻ വേണ്ടി, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി, എല്ലാവരും കൂടി കൊല നടത്താൻ വേണ്ടി, പല നിലക്കും നശിപ്പിക്കാൻ വേണ്ടി, ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ച ആരെങ്കിലും ഈ പ്രവാചകനെ ചാരിത്രശുദ്ധിയുടെ വിഷയത്തിൽ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു എന്നുള്ള ദുരുപയോഗം ചെയ്തതോ അതല്ലെങ്കിൽ ആ പ്രവാചകൻ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ചത് വിഷയത്തിലോ ആക്ഷേപിച്ചതായിട്ട് ചരിത്രത്തിൽ എവിടെയുമില്ല. ശത്രുക്കളാരും ഇത് പറഞ്ഞിട്ടേ. ഇന്ന് നമ്മുടെ നാട്ടിൽ ആ പണി മുഴുവൻ ചെയ്യുന്ന ആളുകൾ, എന്നിട്ട് അവർ പ്രവാചകനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാന്നുള്ളത്. അവരാണ് അതിൻ്റെ ആളുകൾ, ഇവരാണ് ഇതിൻ്റെ വക്താക്കൾ. പ്രവാചകന്റെ ചാരിത്രശുദ്ധി അതിന് മാത്രം പവിത്രമായിരുന്നു. അമാനത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസ്യതയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മാത്രം ഉന്നതമായ പദവിയിലായത്. ഹിജറ പോകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ മക്കയിലുള്ള തൻ്റെ വീട്ടിൽ പ്രവാചകൻ അവിടെ കടത്തി ഉറക്കി താമസിപ്പിച്ചതിന് ശേഷമാണ് റസൂൽ മദീനയിലേക്ക് ഹിജറ പോയത്. എന്തിനാണ് അലി റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ തന്നെ നിർത്തിയത്? അതിന് പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മക്കക്കാരായ ആളുകൾ അവരുടെ സമ്പത്തുകൾ നബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പും കിട്ടിയതിൻ്റെ ശേഷം കൊടുന്ന് ഏൽപ്പിക്കലുണ്ടായിരുന്നു. വർഗീയതല്ലാത്ത മറ്റുള്ള മതക്കാരുണ്ടാകുമല്ലോ ഏത് കാലഘട്ടത്തിൽ, ശത്രുതയില്ലാത്ത സമ്പത്ത് ഏൽപ്പിക്കലുണ്ടായിരുന്നു, സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി. ബാങ്ക് സംവിധാനത്തിൽ നിന്നൊക്കെ ആളുകൾ കൊണ്ടുപോയി ആഭരണങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നത് പോലെ. അപ്പോൾ പ്രവാചകൻ ഒരു സുപ്രഭാതത്തിൽ ആരോട് പറയാതെ സ്വകാര്യമായിട്ട് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ പ്രവാചകൻ പോയതിന് ശേഷം അവരുടെ സമ്പത്ത് സുരക്ഷിതമായി ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തൻ്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ അവിടെ താമസിപ്പിച്ചിട്ടാ പോലെ. അതിന് മാത്രമുള്ള അമാനത്ത്, വിശ്വസ്തത പ്രവാചകൻ പുലർത്തിയിരുന്നു. സിദ്ഖിൻ്റെ കാര്യത്തിൽ അബൂ സുഫിയാനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുശ്രിക്കീങ്ങളും റോമക്കാരായ ഫലസ്തീനിൻ്റെ ഭാഗത്തിലേക്ക് കച്ചവടത്തിന് ചെന്ന സമയത്ത് റോമക്കാരുടെ ചക്രവർത്തിയായ ഹിറക്കിൽ അവരെ ദർബാറിലേക്ക്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചൊരു സംഭവമുണ്ട്. റസൂൽ അങ്ങോട്ട് കത്ത് കൊടുത്തയച്ചിരുന്നു ദഅവത്ത് നടത്തിക്കൊണ്ട്. അപ്പോൾ മക്കക്കാരായ ആളുകൾ ആരെങ്കിലും ഈ പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നാട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഹിറക്കിൽ ചോദിച്ചപ്പോൾ അബൂ സുഫിയാനും കൂടെയുള്ള കച്ചവടക്കാരും അവിടെ ഉണ്ട് എന്ന് വിവരം കിട്ടി പട്ടാളക്കാർ. അപ്പോൾ അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ചക്രവർത്തി ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്, നബിയാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു കത്തെനിക്ക് വന്നു. എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നേതാവ് ആരാണ്? അപ്പോൾ അവരോട് നിങ്ങളുടെ നേതാവ്, ഈ കച്ചവട സംഘത്തിൻ്റെ നേതാവ് അബൂ സുഫിയാനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു മുന്നിൽ വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും അബൂ സുഫിയാൻ്റെ പിന്നിൽ വന്നിരിക്കും, ഞാൻ ചില ചോദ്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിക്കും. അപ്പം നേർക്ക് നേരെ മുന്നിൽ നിന്നിട്ട് അദ്ദേഹം പറഞ്ഞതിന് എതിര് പറയാൻ നിങ്ങൾക്ക് പേടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പിന്നിലിരിക്കുന്ന ആളുകൾ, ഇവൻ കളവ് പറഞ്ഞാൽ, ഈ അബൂ സുഫിയാൻ കളവ് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് സൂചിപ്പിക്കണം ആ പറഞ്ഞത് കളവാണ് എന്ന്. അത്ര വലിയ ശത്രുതയുള്ളൊരു സമയത്ത് അബൂ സുഫിയാനും കൂടെയുള്ള ആളുകൾക്കും ലോകത്തന്ന് അറിയപ്പെട്ട ഇന്ന് ട്രംപ് എന്ന് പറഞ്ഞ മനുഷ്യനിലേറെയൊക്കെ വലിയ ഭരണാധികാരിയായ ഹിറക്കൽ, ആ ഹിറക്കലിൻ്റെ അകത്ത് പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും ഒരു കളവോ ആരോപണങ്ങളോ പറയാൻ കിട്ടിയൊരവസരം ആയിരുന്നു അത്. അങ്ങനെ ഹിറക്കൽ പല കാര്യങ്ങളും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, പ്രവാചകന്റെ സത്യസന്ധതയെക്കുറിച്ച് ചോദിച്ചു. പ്രവാചകൻ കളവ് പറയുമോ സത്യം പറയുക, അദ്ദേഹം കളവ് പറയുന്ന കാര്യങ്ങളിൽ മുഴുവനും ഇതുവരെ ഒരു കളവ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവത്തിലില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കളവ് പറഞ്ഞതായിട്ട് ഒരനുഭവമില്ല. ശത്രുക്കളാ പറയുന്നത്. കിട്ടിയ അവസരത്തിൽ എങ്ങനെയെങ്കിലും ഒരു അടി കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന അവസരത്തിൽ അബൂ സുഫിയാൻ അവിടെ പറഞ്ഞു. എന്നിട്ട് അബൂ സുഫിയാൻ പിന്നീട് ആ സംഭവം പറഞ്ഞത്, ഞാനെങ്ങാനും അവിടെ കളവ് പറഞ്ഞാൽ പിന്നീട് ആളുകൾ എന്നെക്കുറിച്ച് പറയും അബൂ സുഫിയാൻ അവിടെ ചെന്ന് ഹിറക്കലിൻ്റെ അടുത്ത് കളവ് പറഞ്ഞു, അവർ ചീത്തപ്പേര് എനിക്കുണ്ടാകും, അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ അവിടെ പറഞ്ഞു. എൻ്റെ മനസ്സിൽ ആ സമയത്ത് പ്രവാചകനോട് വെറുപ്പില്ലായിട്ടല്ല, എനിക്ക് പ്രവാചകനോട് വെറുപ്പില്ലായിട്ടല്ല എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ അതിന് മാത്രം അൽ അമീൻ, വിശ്വസ്തൻ, സത്യസന്ധൻ എന്ന് ശത്രുക്കൾ പോലും പറയുന്ന അത്ര ഉന്നതമായ വിശേഷണത്തിൻ്റെ ഉടമയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. ഇതാണ് അവരുടെ നേതാവ്. ഇതാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരുടെ ഇമാമ്, അവരുടെ നായകൻ. ആ പറയുന്ന പ്രവാചകനിലേക്കുള്ള ആകർഷണവും ആ പ്രവാചകനോടുള്ള ഇഷ്ടവും ആദർശത്തിൽ നിലനിൽക്കാൻ അവർക്ക് പ്രേരണയായി എന്ന്. ഇന്ന് സലഫികൾ എന്ന് പറയുന്ന നമ്മൾ, തൗഹീദിൻ്റെ ആളുകൾ എന്ന് പറയുന്ന നമ്മൾ,
സുന്നത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന നമ്മൾ, നമ്മുടെ മുന്നിൽ ആ പ്രവാചകന്റെ നഫ്സ് കൊണ്ട്, ശരീരം റാത്ത് കൊണ്ടില്ലെങ്കിലും ആ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളും പ്രവാചകൻ പ്രവർത്തിച്ച കാര്യങ്ങളും ആ പ്രവാചകൻ ആദർശമായി പഠിപ്പിച്ച കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അത് ഒരാൾ ഇന്ന് ശരിക്ക് ആ സുന്നത്തിന് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അത് ഒരാൾ സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്യാനും അത് പിന്തുടരാനും തയ്യാറാവുകയും ചെയ്താൽ, ആ അന്ന് പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിലുണ്ടായിരുന്ന കാട്ടറബികളായ മനുഷ്യന്മാർക്ക് കിട്ടിയ ആദരവും ആദർശ ശുദ്ധിയും അതിലുള്ള സ്ഥിരതയും ഭദ്രതയും ഈ പറയുന്ന സുന്നത്ത് മുറുകെ പിടിക്കുന്ന വ്യക്തികൾക്ക് ഇന്നും ലഭിക്കും. ഖിയാമത്ത് നാൾ വരെ ലഭിക്കും. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ. പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകൻ ജീവിച്ച് കണ്ണുമുന്നിൽ ഇരിക്കണമെന്നൊന്നുമില്ല. ആ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകളാണെങ്കിൽ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും ഖിയാമത്ത് നാൾ വരെ. ലാ യളുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. അവർക്ക് മറ്റുള്ളവർ സഹായം ചെയ്തില്ല, ആരും അവരെ വില വച്ചില്ല, പരിഗണിച്ചില്ല. അതല്ലെങ്കിൽ അവരുടെ ആദർശത്തിനോട് വിരുദ്ധമായി ഇവിടെ കുറേ ആളുകൾ, ലോകത്ത് കുറേ ആളുകൾ ഉണ്ടായി എന്നുള്ളത് അവർക്കൊരു വിഷയമാകില്ല. അവർക്ക് അവരുടെ ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് സഹാബികൾക്ക് എങ്ങനെ നൽകിയോ അത് ആ സുന്നത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, അതിന് സഹാബത്ത് എങ്ങനെ ആദരവ് കൊടുത്തോ അതേ ആദരവ് കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും അത് നൽകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് ആ പറയുന്ന പ്രവാചകന്റെ സുന്നത്തുകൾ നിസ്സാരമായിട്ടൊന്നും കാണാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്, സഹിഹായ ഹദീസുകളിൽ കൂടുതൽ വന്നതാണ്, സ്വീകാര്യയോഗ്യമാണ് എന്നുണ്ടെങ്കിൽ അതിനെ തൻ്റെ അനുചരന്മാരായ മുഹാജിറുകളും അൻസാറുകളും അന്നുണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ കാണിച്ചതുപോലത്തെ പരിഗണന, ആദരവ് അതിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളത്. ആ നേതൃത്വം, ആ നേതാവ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നമ്മൾ ഈ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്ന് പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആ പ്രവാചകനെ മാതൃകയാക്കാനും ആ പ്രവാചകന്റെ ഓരോ ഘട്ടത്തിലുള്ള അവസരങ്ങൾ എങ്ങനെ അത് കൈകാര്യം ചെയ്തു, ഏതൊക്കെ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു എന്നുള്ളത് അറിയാമെന്നുള്ളതാണ് ഈ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത് കൊണ്ട് നമുക്കുള്ള നേട്ടവും അതിൽ നമുക്ക് ലഭിക്കുന്ന അറിവും ഇൽമും അതാണ്. അപ്പൊ ഇതാണ് ഹത്താല യശുക്ക ഫളൻ വലം യശുക്ക ഫീഹി അഅദാഉഹു. പ്രവാചകന്റെ ശത്രുക്കൾക്ക് ആ അവിടുത്തെ സ്വഭാവത്തിലോ വിശേഷണങ്ങളിലോ ഗുണങ്ങളിലോ ഒരു സംശയമില്ലായിരുന്നു. സ്നേഹിതന്മാരും അവിടുത്തെ കൂട്ടുകാരും അവരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ലാ തസ്ദുറു മിൻഹു കലിമത്തുൻ ഇല്ലാ വയസ്തയഖിനൂന സിദ്ഖഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് അവർ കേട്ടു എന്നുണ്ടെങ്കിൽ അവർക്കതിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. സഹാബത്തിനില്ലായിരുന്നു എന്ന് മാത്രമല്ല, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് പോലും പ്രവാചകൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കും എന്ന പൂർണ്ണമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ ഏതെങ്കിലും ഭീഷണി രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്ന് പറയുന്ന ഭയം അവരെ പിടികൂടുമായിരുന്നു മുശ്രിക്കീങ്ങൾ. ഇതിന് മാത്രം എതിർപ്പും വെറുപ്പുമുള്ളതിനോട് കൂടെയെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞ ഒരു സംഭവം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ മനസ്സിൽ എത്രമാത്രം പേടി, എത്രമാത്രം അതിൻ്റെ മേൽ ഭയം അനുഭവപ്പെട്ടു എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, ഹദ്ദസ അൻ സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മദീനക്കാരനാണ്, അൻസാരിയാണ്. അദ്ദേഹത്തിൽ നിന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മുഹാജിരിയാണ്, മക്കക്കാരനാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രം. ഖാല കാന സദീഖൻ ലി ഉമയ്യത്ത് ബിൻ ഖലഫിൻ. മക്കയിലുണ്ടായിരുന്ന പ്രമുഖനായ മുശ്രിക്കാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാന ഉമയ്യത്ത് ബിൻ ഖലഫ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരുപാട് പീഡിപ്പിച്ച ആളാണ് ഈ ദുഷ്ടനായ മനുഷ്യൻ ഉമയ്യത്ത് ബിൻ ഖലഫ്. ഖുറൈശികളിലുണ്ടായിരുന്ന പ്രമുഖനായ ഒരു വ്യക്തിത്വമായിരുന്നു. ഈ സഅദ് ബിൻ മുആദ് മദീനക്കാരനായ അദ്ദേഹം മക്കക്കാരനായ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കൂട്ടുകാരനായിരുന്നു. അങ്ങനെ വക്കാന ഉമയ്യത്ത് ഇദാ മർറ ബിൽ മദീന. ഉമയ്യത്ത് മദീനയിൽ കൂടെ ചെന്നാൽ നസല അലാ സഅദിൻ, സഅദിന്റെ വീട്ടിലാണ് ചെന്ന് താമസിക്കുക. അതേപോലെ സഅദ് റളിയല്ലാഹു അൻഹു മക്കയിൽ വന്നാൽ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ വീട്ടിലാണ് താമസിക്കുക. അതിന് മാത്രം ആത്മസുഹൃത്തുക്കളായിരുന്നു. ശിർക്കിന്റെ കാലത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് ശിർക്കിലും കുഫറിലുമായിട്ട് നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെ ഫലമ്മ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മുന്നിട്ട് ചെന്നതിന്റെ ശേഷം ഈ സഅദ് ബിൻ മുആദും അൻസാരികളാണ് റസൂലിനെയും സഹാബികളെയും സഹായിച്ചത്. അങ്ങനെ
പ്രവാചകൻ മദീനയിൽ ചെന്നതിന്റെ ശേഷം ഒരു ദിവസം ഇൻതലഖ സഅദുൻ മുഅ്തമിറൻ, സഅദ് ബിൻ മുആദ് ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിൽ വന്നു. ഫനസല അലാ ഉമയ്യത്ത് ബിമക്ക, മുമ്പൊക്കെയുള്ളതുപോലെ സുഹൃത്ത് കൂട്ടുകാരൻ മക്കയിൽ വന്നപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. ഫഖാല ലി ഉമയ്യ, എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമയ്യത്തിനോട്, ഉൻദുർ ലി സഅത ഖൽവത്തിൻ ലഅല്ലി അൻ അതൂഫ ബിൽ ബൈത്ത്, ആളും തിരക്കൊന്നുമില്ലാത്തൊരു സമയം നോക്കെ, ആ സമയത്ത് എനിക്ക് കഅബ ഒന്ന് തവാഫ് ചെയ്യണം, ഉംറ ചെയ്യലാണ് ആവശ്യം, സഅയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖറജ ബിഹി ഖരീബൻ മിൻ നിസ്ഫിൻ നഹാർ, പകലിനോടിന്റെ പകുതി, ഏകദേശം ഉച്ച സമയത്ത് തിരക്കും കാര്യമില്ലാത്തൊരു സമയം ഉമയ്യത്ത് ബിൻ ഖലഫ് സഅദ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് കഅബയുടെ അടുത്തേക്ക് പോയി. ഫലഖിയഹുമാ അബൂ ജഹലിൻ, അപ്പോൾ അവിടെ വെച്ച് അബൂ ജഹൽ രണ്ടുപേരെയും കണ്ടുമുട്ടി. ഫഖാല യാ അബാ സഫ്വാൻ, ഉമയ്യയോട് ചോദിച്ചു, അബൂ സഫ്വാൻ മൻ ഹാദാ മഅക്, ആരാ കൂടെയുള്ളത്? അപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു ഫഖാല ഹാദാ സഅദ്, ഇത് സഅദ് ബിൻ മുആദാണ്, മദീനക്കാരനാണ്, അറിയും, അവർക്കറിയും പേര് പറഞ്ഞപ്പോൾ. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, അലാ അറാക തതൂഫു ബിമക്ക ആമിനൻ, സ്വസ്ഥരായിട്ടോടെ മക്കത്ത് വന്ന് തവാഫ് ചെയ്യുന്നതിന് മേലെ ഞാൻ കണ്ടുപോകരുത്. വഖദ് അവൈത്തുമു സുബാത്ത, മതം മാറികളായ ആളുകൾ അഥവാ റസൂലിയും സഹാബികളെയും മുഹാജിറുകൾ, അവർക്കൊക്കെ അഭയം കൊടുത്ത ആളുകളാണ് നിങ്ങൾ. വസഅംതും അന്നക്കും തൻസുറൂനഹും വതുഈനൂനഹും, മുഹമ്മദിനെയും അവൻ്റെ കൂടെയുള്ള മതം മാറികൾ എന്ന് അവർ പരിഹസിച്ചുകൊണ്ട് പറയുന്നൊരു പേരായിരുന്നു. അവരൊക്കെ നിങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം. അമാ വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗല അന്നക മാ അബി സഫ്വാൻ, അഥവാ ഉമയ്യത്തിന്റെ കൂടെയല്ല നീ ഇപ്പം ഇവിടെ ഈ സ്ഥലത്തുള്ളത് എങ്കിൽ മാ റജഅത ഇലാ അഹ്ലിക സാലിമൻ, സുരക്ഷിതനായിട്ട് നിന്റെ വീട്ടിലേക്ക് പോകാൻ നിനക്ക് സാധ്യമാവുകയില്ലായിരുന്നു. കാരണം റസൂലും സഹാബികളും സഹായിക്കുന്ന അൻസാരികളാണ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് ഉംറ ചെയ്യലേ, അബൂ സുഫ്യാന്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ, അഥവാ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് സുരക്ഷിതനായിട്ട് പോകാൻ എനിക്ക് കഴിയൂല, ഞാനും എൻ്റെ അനുയായികളും മക്കക്കാരായ ആൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു മുഅ്മിനാണ്, സ്വഹാബിയാണ്, അൻസാരിയാണ്. ഈമാനിൻ്റെ ആദർശം, ഈമാനിൻ്റെതായ ധീരത മക്കയിൽ അവിടെയുള്ള സമയത്ത് മക്കയിലെ പ്രമുഖനായ അബൂജഹലിനോട് പറയാം. ഫഖാല ലഹു സഅദ്, അപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് പറഞ്ഞു, വറഫഅ സൗതഹു അലൈഹി, ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അമാ വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, അറിയണോ, ലഇൻ മനഅതനി ഹാദാ, ഈ ഇവിടെ വെച്ച് ഉംറ ചെയ്യാന്നുള്ള വിഷയം നീ എന്നെ തടഞ്ഞാൽ, ലഅംനഅന്നക മാ ഹുവ അശദ്ദു അലൈക മിൻ, നിനക്കിതിലേറെ പ്രയാസമുള്ള രംഗം അവിടെ നിന്നെ ഞാൻ തടയാൻ തയ്യാറാണ്, വെല്ലുവിളിച്ചു. അപ്പോൾ മക്കക്കാരായ ആളുകൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നത് മദീനയുടെ അടുത്തുകൂടിയായിരുന്നു. അവിടെ വന്നാൽ നിങ്ങളുടെ അന്നം നമ്മൾ മുട്ടിക്കും എന്ന് സഅദ് ബിൻ മുആദ് ശബ്ദമുയർത്തി അബൂജഹലിനോട് പറഞ്ഞു. അപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫിന് അത് പറ്റിയില്ല. അബൂജഹൽ അന്ന് അവർ വിളിച്ചിരുന്ന അബുൽ ഹക്കം എന്നായിരുന്നു, പ്രമുഖനാണെന്നില്ല, വിഡിത്തരം ചെയ്ത് പിന്നെ പേര് മാറി അങ്ങനെ അബുൽ ജഹലായത് വന്നതാണ്. അപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ്, ലാ തുർഫഅ സൗതക്, ശബ്ദം ഉയർത്തി സംസാരിക്കരുത്, യാ സഅദ് അലാ അബുൽ ഹക്കം, അബുൽ ഹക്കമുള്ള പേരും ആളും വളക്കുള്ളതാണ്, സയ്യിദി അഹ്ലിൽ വാദി, മക്കയിലുള്ള പ്രമുഖനാണ് അബുൽ ഹക്കം, അയാളോട് ഇങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കരുതേ എന്ന്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഅനാ അൻക യാ ഉമയ്യ, ആ വിഷയിച്ചു വിട്ടളാർ, അതിൽ ജിന്ന് ഉപദേശിക്കാൻ വരണ്ട. വല്ലാഹി ലഖദ് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നഹും ഖാതിലൂക, അവർ നിന്നെ കൊല്ലും എന്ന് പറയുന്നൊരു വാക്ക്. ഇവന് വേണ്ടി, അബുൽ ഹക്കമിന് വേണ്ടി, അബൂജഹലിന് വേണ്ടി വാദിക്കാൻ നിൽക്കണ്ട, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ റസൂലും സഹാബത്തും നിന്നെ കൊല്ലും, ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊല്ലും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉമയ്യത്ത് ചോദിച്ചു, ബിമക്ക, മക്കയിൽ വെച്ച് കൊല്ലും എന്നാണോ? അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ലാ അദ്രി, എവിടുന്നാ കൊല്ലാൻ എനിക്കറിയൂല. ഇതിപ്പോൾ റസൂൽ പറഞ്ഞൊരു വാക്കാണ്. സഹാബിനെ സംബന്ധിച്ച് വിശ്വാസമുണ്ട് എന്നുള്ള കാര്യം ക്ലിയറാണ്, അത് സത്യമാണെന്നുള്ളത്. മക്കയിലുള്ള മുശ്രിക്കായ ഇത്രയും പേരും അംഗീകാരമുള്ള ഉമയ്യത്ത് ബിൻ ഖലഫ് ആ വാക്ക് കേട്ട ഉടനെ ഫഫസിഅ ലിദാലിക ഉമയ്യത്ത് ഫസഅൻ ശദീദൻ, ശക്തമായ പേടി ഉമയ്യത്തിന് പിടികൂടി. നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് അതിന് മാത്രം സ്വാധീനമുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളുടെ ഭാഗത്തുണ്ട്, ശത്രുക്കളുടെ ഭാഗത്തുമുണ്ടായിരുന്നു. ആ വാക്ക് കേട്ടപ്പോൾ അതികഠിനമായ പേടി ഉമയ്യത്തിന് അനുഭവപ്പെട്ടു. ഫലമ്മ റജഅ ഉമയ്യത്തു ഇലാ അഹ്ലിഹി, അങ്ങനെ ഉമയ്യ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, യാ ഉമ്മ സഫ്വാൻ അലം തറൈ മാ ഖാല ലി സഅദുൻ, സഅദിനോട് പറഞ്ഞത് നീ അറിഞ്ഞോ? അപ്പോൾ സ്ത്രീ ഭാര്യ ചോദിച്ചു, മാക്ക, എന്താ പറഞ്ഞത്? ഖാല സഅമ അന്ന മുഹമ്മദൻ അഖ്ബറഹും അന്നഹും ഖാതിലി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദ് പറയാണ്, മുഹമ്മദ് അവനും അവൻ്റെ അനുയായികളും എന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത്രേ. അതാണ് കേട്ടത്. അപ്പോൾ ഭാര്യ ചോദിച്ചു, അപ്പം ഞാൻ ചോദിച്ചു അവനോട് മക്കയിൽ വെച്ചാണോ? അവൻ പറഞ്ഞു, എനിക്കതറിയൂല, കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഫഖാല ഉമയ്യ, അങ്ങനെ പിന്നെ ഉമയ്യ പറഞ്ഞു, വല്ലാഹി ലാ ഖുർജു മിൻ മക്ക, മക്കത്ത് പെതാൽ യുദ്ധോ ഭീഷണിയൊന്നുമില്ല, അവരൊക്കെ പോയും ചെയ്തു, ഇവിടെ നമ്മൾ ആക്രമിക്കാൻ ആളുമില്ല, അതുകൊണ്ട് ഞാൻ മക്കത്തുനിന്ന് പോകില്ല എന്ന് പറഞ്ഞു ഭാര്യയോട്. ഫലമ്മാ കാന യൗമു ബദരിൻ, ബദറിന്റെ ദിവസം വന്നപ്പോൾ ഇസ്തംഫറ അബൂജഹലിൻ അന്നാസ്, അബൂജഹൽ നേതാവായി നിന്ന് മനുഷ്യന്മാരെ മുഴുവൻ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് പ്രചരണം നടത്തി, വിളംബരം ചെയ്തു. കാല അതിരിക്കൂ ഈറക്കും, നിങ്ങളുടെ കച്ചവട സംഘം നഷ്ടപ്പെടും, മുഹമ്മദ് അവരെ പിടിക്കും, അതുകൊണ്ട് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഉമയ്യ യുദ്ധത്തിന് പോകാൻ തയ്യാറായില്ല. കാരണം പേടി, ഈ ഭീഷണി ഉമയ്യന്റെ മനസ്സിലുണ്ട്. അപ്പോൾ അബൂജഹൽ വീട്ടിൽ വന്നിട്ട് അബൂ സുഫ്വാൻ, ഇന്നക മതാ മാ യറാകന്നാസു ഖദ് തഖല്ലഫ്, ആളുകളെങ്ങാനും നിങ്ങൾ വഅൻത സയ്യിദു അഹ്ലിൽ വാദി, മക്കയിൽ പ്രമുഖനാണ് നിങ്ങൾ, അതോടുകൂടെ നിങ്ങൾ മക്കയിൽ ഈ യുദ്ധത്തിന് പോരാതെ ഈ പറയുന്ന കച്ചവട സംഘത്തിന് രക്ഷപ്പെടുത്താൻ പോയില്ലെങ്കിൽ ജനങ്ങൾ എന്ത് പറയും, നിങ്ങളേതായാലും പോരണം എന്ന് പറഞ്ഞു. വഅൻത സയ്യിദു അഹ്ലിൽ വാദി തഖല്ലഫു മാക, നിങ്ങൾ പോയില്ലെങ്കിൽ അവരൊന്നും പോകാതെ യുദ്ധത്തിന്, ഈ പറയുന്നവരോട് യുദ്ധത്തിന് പോകാതെ നിൽക്കും എന്ന് പറഞ്ഞു. ഫലം യസൽ ബിഹി അബൂജഹലിൻ ഹത്താ ഖാൽ, അവസാനം നിർബന്ധിതനായിട്ട് ഉമയ്യ പോകാൻ തയ്യാറായി. എത്രത്തോളം? അമ്മാ ഇത് ഗലബ്തനി, നീ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ ഫവല്ലാഹി ല അശ്തരിയന്ന അജ്വദ ബഈരിൻ ബിമക്ക, മക്കയിലുള്ള ഏറ്റവും മുന്തിയ ഒരു ഒട്ടകത്തിന് ഞാൻ വാങ്ങുകയാണ്, എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഘട്ടം വരികയാണെങ്കിൽ ഓടി തിരിച്ചു പോരാൻ പറ്റുന്നു, വല്ല ഭീഷണിയോ അപകടം ഉണ്ടെങ്കിൽ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമയ്യത്ത് ബിൻ ഖലഫ് അബൂജഹലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവനോട് പറഞ്ഞു, നീ എന്നെ വല്ലാതെ നിർബന്ധിച്ച് എന്നെ പറഞ്ഞു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വേഗതയുള്ള ഒരു ഒട്ടകത്തിനെ ഞാൻ വാഹനമായിട്ട് വാങ്ങുകയാണ്, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, വല്ല പരാജയങ്ങളോ വല്ല ഭീഷണികളോ വരികയാണെങ്കിൽ വേഗതയിൽ അതിൻ്റെ പുറത്ത് തിരിച്ചിങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് എന്ന ഉദ്ദേശത്തിൽ അത് പറഞ്ഞു. അങ്ങനെ ഏറ്റവും നല്ല ശക്തിയും കരുത്തും വേഗതയുമുള്ള ഒരു ഒട്ടകത്തിനെ വാങ്ങി ഉമയ്യ പറഞ്ഞു, യാ ഉമ്മ സഫ്വാൻ ജഹീസീനി, എനിക്ക് യാത്രക്ക് വേണ്ടുന്ന സാമഗ്രികളും കാര്യങ്ങളൊക്കെ ഒരുക്കി എന്നെ തയ്യാറാക്കി കൊണ്ടായി എന്ന് ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, യാ അബാ സഫ്വാൻ വഖദ് നസീത മാ ഖാല ലക അഖൂക യസ്രിബി, മക്കക്കാരനായ നിന്റെ ആ സഹോദരൻ സഅദ് ഇബ്നു മുആദ് അവൻ പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നോ? അപ്പോൾ ഉമയ്യ പറഞ്ഞു, ലാ, ഞാൻ മറന്നിട്ടില്ല, മാ ഉരീദു അൻ അജൂസ മാഹും ഇല്ലാ ഖരീബ, അവരെ കൂടെ പോയാലും വല്ലാതെ അടുത്തേക്ക് അങ്ങോട്ട് പോകാതെ ഞാൻ വല്ല രക്ഷപ്പെടാനുള്ള ഉദ്ദേശമാണ് എന്ന അർത്ഥത്തിൽ. അങ്ങനെ ഫലമ്മ ഖറജ ഉമയ്യത്തു, ഉമയ്യ ബദർ യുദ്ധത്തിലേക്ക്, ബദറിലേക്ക് മുശ്രിക്കീങ്ങളൊക്കെ പോരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അഖദ ലാ യൻസിലു മൻസിലൻ ഇല്ലാ അഖല ബഈറഹു, ഏത് സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയാലും ഒട്ടകത്തിനെ അഴിച്ചിട്ടിട്ട് വേണ്ടതുപോലെ ദൂരത്തേക്ക് പോകാതെ കെട്ടിവെക്കുമായിരുന്നു. എന്തെങ്കിലും ഭീഷണി വന്നാൽ, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാൽ പെട്ടെന്ന് ഒട്ടകത്തിനെ അഴിച്ചിട്ട് പുറത്ത് കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അന്ന് പറഞ്ഞ വാക്ക്, അത് തൻ്റെ ശത്രുപക്ഷത്തുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഈ മനുഷ്യന്റെ മനസ്സിൽ തട്ടിയ പേടി അന്ന് പോലും ആ മനുഷ്യനത് പോയിട്ടില്ലായിരുന്നു. ഇല്ല അഖല ബഈറഹു, അവർ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒട്ടകങ്ങൾ പുല്ലും മറ്റും കഴിക്കാൻ വേണ്ടി അവർ കഴിച്ചടുവിടലായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ തൻ്റെ ഒട്ടകത്തിന് കെട്ടിവെക്കുമായിരുന്നു, എന്തെങ്കിലും ഭീഷണിയോ എന്തെങ്കിലും അപകടമോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഫലം യസൽ ബിദാലിക ഹത്താ ഖതലഹു അല്ലാഹു അസ്സ വജല്ല ബിബദരിൻ, പക്ഷെ അവൻ എത്ര ശ്രദ്ധിച്ചിട്ടും ഇങ്ങനെയൊക്കെ അവൻ തീരുമാനങ്ങൾ എടുത്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രവചിച്ചതുപോലെ ബദറിൽ വെച്ച് ആ മനുഷ്യനെ കൊല്ലപ്പെട്ടു. ഉമയ്യത്ത് ബിൻ ഖലഫ് ബദർ യുദ്ധത്തിൽ നിന്ന് അവർക്ക് ശത്രുക്കൾക്ക് പരാജയം നേരിട്ടപ്പോൾ ഈ കരുതലോടുകൂടെ, ഈ സൂക്ഷ്മതയോടുകൂടെ രക്ഷപ്പെടുകയും, ആ രക്ഷപ്പെടുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനെ കണ്ടുമുട്ടി. അവരൊക്കെ തന്നെ മക്കയിൽ ആദ്യ കാലഘട്ടത്തിൽ സുഹൃത്തുക്കളും ബന്ധങ്ങളുമൊക്കെ ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ ഉമയ്യയെ കണ്ടുമുട്ടി, ഉമയ്യയുടെ മകൻ അലിയിനെയും കണ്ടുമുട്ടി. വാപ്പയും മകൻ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ, അവിടെയുള്ള ശത്രുക്കൾ ഒരുപാട് ആളുകളെ കൊല്ലുന്നു, ഓടിപ്പോകുന്ന ആളുകളെ പിടികൂടി വധിക്കുന്നു. ഈ രംഗാണ് കാണുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞു, എന്നെയും എൻ്റെ മകനെയും നീ പിടിച്ചോ, ഞങ്ങളെ പിടിച്ചാൽ ഞങ്ങളെ കയ്യിലുള്ള ഈ വാഹനം, ആയുധം, മറ്റുള്ള വിഭവങ്ങളൊക്കെ നിനക്ക് അത് ദാനമായിട്ട് ലഭിക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ രീതികൾ. കൊല്ലപ്പെട്ട വ്യക്തിയുടേതാണെങ്കിലും അതിലെങ്കിൽ ഓടിപ്പോകുന്നവരെ പിടികൂടാണെങ്കിലൊക്കെ അവരുടെ സമ്പത്തൊക്കെ മറ്റുള്ളവർക്ക് ദാനമായി ലഭിക്കുമായിരുന്നു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഈ രണ്ട് മനുഷ്യൻ മകനെയും പിതാവിനെയും പിടികൂടി. ആ രംഗത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു, മുമ്പത്തെ ഉമയ്യത്തിൻ്റെ അടിമയായിരുന്ന, ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം ഒരുപാട് പീഡിപ്പിച്ചിരുന്ന ഈ യജമാനെയും മകനെയും കണ്ടു. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ശത്രുക്കളാണ്, അവരെ വധിക്കണം എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ പറഞ്ഞു, ഇവരെ ഞാൻ തടവുകാരായി പിടികൂടിയതാണ്, അതുകൊണ്ട് അവരെ നിങ്ങൾ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞു.
അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അൻസാരികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണ് പോകുന്നത്, ലാ നജൗതു ഇൻ നജാ, അവനെങ്ങാനും ഈ പറയുന്ന യുദ്ധമുഖത്തുനിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ എനിക്കൊരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അൻസാരികളും അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തിന് വന്നു. അലി റളിയല്ലാഹു അപ്പോൾ പറഞ്ഞു, ഉമയ്യത്ത് പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ മകനെ കൊന്നോളി, എന്നെ നിങ്ങൾ വിടിയെന്ന്. മകൻ അവർ വധിച്ചു, അലിയിനെ പിതാവിൻ്റെ മുന്നിൽ വെച്ച് വധിച്ചു. അതിൻ്റെ ശേഷം ഉമയ്യത്ത് അവിടെ കടക്കുകയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആ മനുഷ്യന് സംരക്ഷണം എന്നോണം മുകളിൽ കൂടെ സുരക്ഷിതമായി കടക്കുകയും ചെയ്തു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മറ്റുള്ള അൻസാരികളുടെ സഹായത്തോടു കൂടെ താഴ്ഭാഗത്തിൽ കൂടെ വയറിലേക്ക് വാള് കടത്തുകയും ദുഷ്ടനായ അക്രമിയായ മനുഷ്യനെ ബദർ യുദ്ധത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം സത്യമാകുന്ന നിലക്ക് അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ശേഷം ആ ചരിത്രങ്ങൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്ത് അത് പറയും. നമ്മൾ ഇതിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾ പരസ്യമായി പുറമേത്ത് പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉപദ്രവിക്കുകയും വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ കൂടെ രഹസ്യമായിട്ട് അവർ ഇതിന് മാത്രം പേടിക്കുന്നവരും പ്രവാചകന്റെ ഓരോ വചനങ്ങളും ചലനങ്ങളും അതിന് മാത്രം അവർ ഗൗരവത്തിൽ എടുക്കുന്നവരുമായിരുന്നു. ഇത് ശത്രുക്കളുടെ അവസ്ഥയാണ്. പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ അവസ്ഥ, അവിടുത്തെ കൂട്ടുകാരുടെ അവസ്ഥ, ഫഖദ് ഹല്ല മിൻഹും മഹല്ല റൂഹി വന്നഫ്സ്, അവരുടെ ജീവനും അവരുടെ ശരീരവും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു. റസൂലിന്റെ ജീവൻ, റസൂലിന്റെ ശരീരം, അതിന്റെ രക്ഷക്കും സുരക്ഷക്കും അവരിത് മുഴുവനും നൽകാൻ തയ്യാറായിരുന്നു. വശഗല മിൻഹും മക്കാനൽ ഖൽബി വൽ ഐൻ, അല്ലാഹുവിന്റെ റസൂൽ അവരുടെ കണ്ണും ഹൃദയവുമായിരുന്നു. പ്രവാചകനൊരു പോറലേൽക്കുക, പ്രവാചകനൊരു മുള്ളുകുത്തുക, പ്രവാചകനൊരു വിഷമം വരിക എന്നുള്ളത് അവർക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു. ആ റസൂൽ അവരുടെ കണ്ണും അവരുടെ ഹൃദയവുമായിരുന്നു. ഫകാനൽ ഹുബ്ബു സ്വാദിഖു യൻദഫിഉ ഇലൈഹി ഇൻദിഫാഅൽ മാഇ ഇലൽ ജുദൂർ, അവർക്ക് പ്രവാചകനോടുള്ള ഈ ആകർഷണം, ഈ കറകളഞ്ഞ സ്നേഹം വെള്ളം താഴ്ഭാഗങ്ങളിലേക്ക് എങ്ങനെ ഒഴുകുന്നുവോ അതുപോലെ അവരുടെ മനസ്സ് ഒഴുകുന്നതായിരുന്നു. വകാനത്തിൻ നുഫൂസു തൻജദിബു ഇലൈഹി ഇൻജിദാബൽ ഹദീദി ഇലൽ മഗ്നാത്തീസ്, ഇരുമ്പ് കാന്തത്തിലേക്ക് എങ്ങനെ വലിഞ്ഞുകൂടുന്നുവോ ഈ പറയുന്നൊരു ആകർഷണം, ഈ പറയുന്നൊരു ബന്ധം സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റസൂൽ കൊണ്ടുവന്ന ദീനിൽ അടിയുറച്ചു പോകാൻ ആഗ്രഹമുള്ള ആളുകൾ, അതിൽ നിലനിൽക്കാൻ താല്പര്യമുള്ളവർ, ഭീഷണികൾ ഏത് തന്നെ വന്നാലും, വിമർശനങ്ങളും പരിഹാസങ്ങളും എതിർപ്പുകളും എത്ര ഉണ്ടായാലും, എത്ര അപരിചിതത്വം ഗുർബത്ത് അനുഭവപ്പെട്ടാലും, റസൂലിൻ്റെ സുന്നത്താണോ അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളാണോ അതിൽ കൃത്യത പാലിക്കാനും, അതിൽ ആ പ്രവാചകനുള്ള ആദരവും സ്നേഹവും ബഹുമാനവും നിലനിർത്തി അത് നമ്മുടെ ജീവിതത്തിൽ അതായിരിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ സുന്നത്തിൽ നിലനിന്ന് പോകാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകും എന്നുള്ളതാണ്. അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസം, അതേപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസം ശേഷം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ മാതൃകയാക്കാനുള്ള ഈ ഒരു ആകർഷണം, ഈ ഒരു യഥാർത്ഥ കറകളഞ്ഞ സ്നേഹം അതൊരാൾ നിലനിർത്തിയാൽ ആ പ്രവാചകന്റെ സുന്നത്തിൽ അടിയുറച്ചു പോകാൻ നമുക്ക് സാധിക്കും. വിമർശനങ്ങളും എതിർപ്പുകളും തടസ്സവാദങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എന്ത് തന്നെ വന്നാലും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു പോകാൻ താല്പര്യമുള്ളവർക്ക് അതാണതിനുള്ള പരിഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത്, പ്രവാചകനിൽ വന്ന കാര്യങ്ങളാണെങ്കിൽ അത് നിസ്സാരമായി തള്ളാതിരിക്കുക എന്നുള്ളത്, അതിന് നമ്മുടെ വിനയത്തോടുകൂടെ തല താഴ്ത്തി കൊടുക്കുക എന്നുള്ളത്. വകാന മിൻ അസരി ഹാദൽ ഹുബ്ബി വത്തഫാനി, ഈ സമർപ്പണം, ഈ സ്നേഹം അവർക്കുണ്ടായിരുന്ന സഹാബത്തിന് എത്രത്തോളം, അന്നഹും കാനൂ ലയർലൂൻ അൻ തന്തഖ അഅനാഖുഹും, അവരുടെ പെരടി പൊട്ടിയാലും അവരുടെ കഴുത്തും മുറിഞ്ഞാലും, വലാ യുഖ്ദശു ലഹു ലഫറുൻ ഔ യുശാഖു ശൗക, നമ്മുടെ പെരടിയോട് പൊട്ടിയാലും നമ്മുടെ തലയോട് പോയാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നഖത്തിനൊരു പോറലേൽക്കാൻ, അവിടുത്തെ ശരീരത്തിൽ ഒരു മുള്ള് പോറാൻ അവർ അനുവദിക്കലില്ലായിരുന്നു. അതായിരുന്നു അവരുടെ സ്നേഹം. ആത്മാർത്ഥമായ, മനസ്സറിഞ്ഞ, സത്യസന്ധമായ ആ മഹബ്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വെച്ച് പുലർത്തിയിരുന്നു. ഇന്ന് പലരും മഹബ്ബത്തിൻ്റെ ആളുകൾ മഹബ്ബത്ത് പറയും, പക്ഷേ അത് നാവിൽ കൂടെ മാത്രമുള്ളൂ, അവരുടെ പ്രവർത്തനത്തിലോ അവരുടെ മനസ്സിലോ അത് തട്ടാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അവർക്ക് യാതൊരു വിലയും അതിന് നിലയുമില്ലാതെ പോകുന്നു.
അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുന്നത്തിൽ അവർക്ക് അടിയുറച്ചു പോകാൻ കഴിയാതെ പരീക്ഷണങ്ങളും മറ്റും വരുന്ന സമയത്ത് ആ സുന്നത്ത് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. അതിന് താല്പര്യമുള്ളവർ പ്രവാചകന്റെ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കുകയും അവിടുത്തെ മാതൃകയാക്കുകയും അത് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ആ സുന്നത്ത് വിധികർത്താവാകാൻ തയ്യാറാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാനും പറയാനും ആ പ്രവാചകനെ നമുക്ക് മാതൃകയാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.